ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുഭദ്രേ, നന്ദു, മീറ്റിംഗിന് ഇനി സമയമുണ്ടല്ലോ. കുഴപ്പമില്ല, താനോടെ വെയിറ്റ് ചെയ്യും. വിത്തിൻ 5 minutes ഐ വിൽ സെൻഡ് ഓൾ ദ ഡീറ്റെയിൽസ്. അയ്യോ, യാത്രയൊക്കെ സുഖമായിരുന്നോ? യാത്രയൊക്കെ സുഖമായിരുന്നു. പോയ കാര്യവും ഗംഭീരമായി. ഡീറ്റെയിൽസ് പിന്നെ പറയാം. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഫയൽ നോക്കാനുണ്ട്. വണ്ടിയിൽ ലഗേജ് ഉണ്ട്, താനൊന്ന് പോയി എടുത്തിട്ടോ. ശരി സാർ. ഗാഥ മാഡം, അപ്പം മാഡവും സാറും കൂടെയാണോ ടൂർ പോയത്? അയ്യോ, അതെന്താ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നേ? ഓ, മനസ്സിലായി. ആചാരം അനുസരിച്ച് ഇപ്പം വീട്ടിലോട്ട് കയറാൻ പറ്റില്ലല്ലോ അല്ലേ? എന്നാലും സാർ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ. അല്ല പിന്നെ സാറെന്ന് വിളിച്ചേ, എന്നോടൊന്ന് പറയണ്ടേ? അയ്യോ സാറേ. എന്താണ്? ഒന്നുമില്ല സാറേ. സാറ് ഞാൻ കരുതുന്ന പോലെയൊന്നും അല്ല. താൻ എന്നെ കുറിച്ച് എന്താ കരുതിയേ? സാറ് ഒട്ടും റൊമാൻറ്റിക്കലെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പം സാർ എന്റെ കണക്കൂട്ടില് മൊത്തം തകർത്ത് കളഞ്ഞല്ല. കൊച്ചു പിള്ളേരെ പോലെയല്ലേ ഫിയാൻസിയായിട്ട് കറങ്ങുന്നത്. തനിക്കെന്തോ വട്ട് പിടിച്ചോ? പിന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടാ പിന്നെ വട്ട് പിടിക്കാണ്ടിരിക്കുവോ? എന്നാലും ഗാഥ മാഡത്തിന് ഇങ്ങനെ കാറിൽ തന്നെ ഇരുത്തണ്ടായിരുന്നു സാറേ. ഗാഥ മേടോ? ഏത് ഗാഥ? എനിക്കൊന്നും അറിഞ്ഞൂടെ. സാർ ഒരു കാര്യം ചെയ്യും, ആ മാഡത്തിനെ വീട്ടിൽ കൊണ്ട് വിടാൻ നോക്കൂ. താൻ ആരുടെ കാര്യം പറയുന്നേ? ദേ, എന്നെ ഒരുപാട് പരീക്ഷിച്ചാലുണ്ടല്ലോ എല്ലാരും കേൾക്കാൻ ഞാൻ വിളിച്ചു പറയും സാർ ടൂർ പോയതേ ഗാഥാ മാഡത്തിനെ കൊണ്ടാണെന്ന്. ബിസിനസ് ടൂറിന് ഗാഥയും കൂട്ടിയിട്ട്. എടോ, തന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഭ്രാന്ത് വിളിച്ച് പറയില്ലല്ലോ. അപ്പൊ പിന്നെ വണ്ടി ഇരിക്കുന്ന പെണ്ണേതാ? ഗാഥാ മാഡത്തെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ. ഏത് വണ്ടിയില്? ആരുടെ വണ്ടിയില്? അങ്ങനെ സാറ് പുണ്യാളനാവണ്ട. അങ്ങനെയാണെങ്കിൽ ഗാഥാ മാഡത്തിന് എല്ലാരെയും കാണിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം. ഇപ്പൊ കാണിച്ചുതരാം. ഇവനിതെന്താ പറ്റിയത്? എന്താണോ? ഇത്രയും നേരം സാറ് കാണാത്ത ഗാഥാ ശ്രീനിവാസനെ ഞാൻ കാണിച്ചുതരാൻ പോകും. നോക്കണം സാർ. നോക്കണം സാർ. എവിടെ? സൂക്ഷിച്ച് നോക്കണം സാറേ. താന്തരം നോക്ക്. ഇതവിടെ പോയി. താനൊന്നും മരുന്ന് കഴിച്ചില്ലേ? കഴിച്ചു സാറേ, എല്ലാം കൃത്യമായിട്ട് കഴിച്ചു. അപ്പൊ ഡോസ് കൂടി പോയതാ. ഇനി ശ്രദ്ധിച്ചാ മതി. എന്റെ പൊന്നു സാറേ, ഞാൻ ശരിക്കും കണ്ടതാന്നേ. ഇനി തന്നെ കൂടെ നിർത്തണോ വേണ്ടയോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഏതായാലും ഗാഥയെ കാണുമ്പോൾ ഞാൻ പറയാം. എനിക്ക് മുഴുവൻ നേരവും ഗാഥാ ശ്രീനിവാസനെ ഓർക്കാൻ സമയമില്ലെങ്കിലും എന്റെ അസിസ്റ്റന്റ് അത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടെന്ന്. മരക്കഴുത. അല്ല സാറേ, ഞാൻ എന്നാലും ഇത്ര പെട്ടെന്ന് എവിടെ മാഞ്ഞു പോയത്? എന്നാലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ. എവിടെ പോയി? വണ്ടിയിൽ ഞാൻ കണ്ടാണല്ലോ. എന്തോ ഇതാ വരുന്നു. ഈശ്വരാ, ഇത് പറ.
സുഭദ്രേ, നന്ദു. അയ്യോ മുത്തശ്ശി, എന്താ പറ്റിയേ? അയ്യോ മുത്തശ്ശി, മുത്തശ്ശി, സാറേ നമി സാറേ, ഒന്ന് വേഗം വാ. എന്നാ പറ്റിയേ മുത്തശ്ശി? മുത്തശ്ശി, എന്ത് പറ്റി? മുത്തശ്ശി, എന്താ ഹോസ്പിറ്റലിൽ പോണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മുത്തശ്ശി? വെള്ളം എടുക്കാം. ഹോസ്പിറ്റലിൽ പോണോ? മുത്തശ്ശി, മുത്തശ്ശി, സാറേ ഹോസ്പിറ്റലിൽ കൊണ്ടോ? മുത്തശ്ശി, 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 വെള്ളം കുടിക്കേ. എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട, എങ്ങോട്ടും പോണ്ട. എന്താ അമ്മ ഈ പറയുന്നത്? എന്താ എന്നെ വിളിക്കാതിരുന്നേ? മനസ്സിൽ ഓരോ തോന്നല് വന്നിട്ട് ഇന്നെന്തോ ചീത്ത ദിവസമാണെന്ന് തോന്നുന്നു. അതിലൊരു സംശയമില്ല. ഇന്നെന്തോ ചീത്ത ദിവസം തന്നെ. കാണാത്ത കാഴ്ചകളൊക്കെ കാണുന്നു. കുറച്ചു മുമ്പേ നമി സാർ വന്നപ്പോഴേ ഞാൻ സാറിന്റെ വണ്ടിയിൽ ഗാഥമടത്തെ കണ്ടെന്നേ. നവീന്റെ വധുവായി വരുന്ന പെൺകുട്ടി ആ വീടിന്റെ പടി ചവിട്ടുന്ന നിമിഷം അവളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങും. ശരിക്കും ഗാഥമോൾ ഇവിടെ വന്നിരുന്നോ? എടാ മാണിക്കുഞ്ഞ്, മുത്തശ്ശിക്ക് സുഖമില്ലാണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ തന്റെ കഥകളൂടി വേണ്ട. എനിക്ക് തോന്നിയത് എനിക്ക് പറയണ്ടേ സാറേ? താൻ മിണ്ടി പോകരുത്. മുത്തശ്ശി, മുത്തശ്ശി ഓക്കെ അല്ലേ? കുഴപ്പമില്ല. താനെന്ന് വന്നേ. തല്ലാനാണോ സാറേ? തന്നോട് പറഞ്ഞത് കേട്ടാ മതി. ശരി, എനിക്കുള്ളത് ഞാൻ മേടിച്ചോണ്ട് വരാം. അമ്മ എന്തിനാ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നേ? ഇതിപ്പോ എത്രാമത്തെ തവണയാ? എന്നിട്ട് മനപ്രയാസോ? അങ്ങനൊന്നുമില്ല. എല്ലാം ചിന്തിച്ചല്ലേ പറ്റൂ സുമിത്രേ. മാണിക്കുഞ്ഞു പറഞ്ഞത് സത്യാണോ ആവോ? മാണിക്കുഞ്ഞിന് കൊടുക്കാനുള്ളത് നവീൻ കൊടുത്തോളൂ. അമ്മ സമാധാനായിട്ടിരിക്കും. ഗാഥ കഴിക്കുന്നില്ലേ? അവള് കഴിക്കുന്ന സമയമായല്ലോ. ഞാൻ 2-3 തവണ ചെന്ന് വിളിച്ചു, ഫോണില്ല. ഇത്ര നാളും കൃത്യനിഷ്ഠയൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു അവക്ക്. ഇതിപ്പോ അവളുടെ ഡെയിലി റുട്ടീൻ തന്നെ മാറിപ്പോയിരിക്കുന്നു അല്ലേ സിനി? ഹേയ് മിസ്റ്റർ പെർഫെക്റ്റ്, ഈ ചോദ്യം റോങ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാണെന്ന് എന്നോട് ചോദിക്കാനേ പാടില്ലായിരുന്നു. പകരം എനിക്കിഷ്ടപ്പെട്ട നിറം കണ്ടെത്തി എന്നോട് പറയണം. ദാറ്റ് ഐ എക്സ്പെക്ട്. ഇനി ഒരു കാര്യം നമ്മൾ തമ്മിൽ ചോദിക്കില്ല, പക്ഷെ പരസ്പരം കണ്ടെത്തണം. ഒരു ഗെയിം ഓക്കെ ആണോ? ഓക്കെ. അല്ല, ഫ്യൂച്ചറിലും ഇങ്ങനെ ഗെയിം തന്നെയാണോ നമ്മുടെ പരിപാടി? ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറയില്ല. എങ്ങനെയാണോ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് ആസ്വദിക്കണം. എവറി സിംഗിൾ മിനിറ്റ് നമ്മൾ ജീവിതം ആസ്വദിക്കണം, ആഘോഷിക്കുകയും ചെയ്യണം. ആ, വിവാഹത്തിന് ശേഷവും ഈ വാക്കുകളൊക്കെ പാലിക്കണം കേട്ടോ. ഭക്ഷണം കഴിക്കുന്നില്ലേ നീ? ആ ഓക്കെ നവീൻ, ഞാനേ ഡൈനിങ് ടേബിളിലാ. ഓക്കെ, അപ്പൊ നടക്കട്ടെ. വെക്കില്ലേ, ഞാൻ വിളിക്കാം കഴിച്ചു കഴിയുമ്പോ. ഓക്കെ ഓക്കെ. സമയം പാലിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നില്ല. എല്ലാ ചിട്ടകളും നീ മറന്നോ? ഓ സോറി മമ്മി, ഈ നവീനോട് സംസാരിച്ച ചുറ്റുമുള്ളതൊക്കെ മറന്നുവോ? ഞാൻ കൈ കഴുകിട്ട് വരാം.